ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ വൈറലായതും ചർച്ചയായതുമായ കോംബോയായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോ. ഇരുവരും ഒരുമിച്ചാണ് ബിഗ് ബോസ് ഓഡീഷനിൽ പങ്കെടുത്തത്. എന്നാൽ പരസ്പരം പരിചയപ്പെട്ടിരുന്നില്ല. ഹൗസിൽ വന്ന ശേഷമാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും. മലയാള സിനിമയിലെ ബഡ്ഡിംഗ് സ്റ്റാർ ആയിരുന്നു ഹൗസിലെത്തുമ്പോൾ ഗബ്രി. ബിഗ് ബോസിൽ വന്ന ശേഷമാണ് ഗബ്രിയുടെ മുഖം കുടുംബ പ്രേക്ഷകർക്ക് പോലും സുപരിചിതമായത്. ജാസ്മിൻ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ വലിയ ജനപിന്തുണയോടെയാണ് ഷോയിൽ എത്തിയത്. ഹൗസിൽ എത്തി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജാസ്മിൻ ഗബ്രി സൗഹൃദം രൂപം കൊണ്ടിരുന്നു. എന്തിനും ഏതിനും ഇരുവരും ഒരുമിച്ചായിരുന്നു. പലപ്പോഴും ഇരുവരുടെയും സൗഹൃദം പ്രണയമായി പോലും പ്രേക്ഷകർക്ക് തോന്നിയിരുന്നു. മാത്രമല്ല, ഇരുവരും ലവ് കോംബോ സൃഷ്ടിച്ച് വോട്ട് നേടാനുള്ള ശ്രമമാണെന്ന തരത്തിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിലും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഗബ്രിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ പലരും ജാസ്മിനെ പിന്തുണക്കുന്നത് പോലും അവസാനിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ ജാസ്മിന്റെ സ്വകാര്യ ജീവിതവും പ്രണയവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതും ഗബ്രി കോംബോ വിവാദത്തിൽ ഉൾപ്പെടാൻ കാരണമായി. കൂടാതെ ഹൗസിനുള്ളിലായിരുന്നപ്പോഴും പുറത്തിറങ്ങിയ ശേഷവും വലിയ രീതിയിൽ സൈബർ ബുള്ളിയിങ് ജാസ്മിന് അനുഭവിക്കേണ്ടി വന്നിരുന്നു. അപ്പോഴെല്ലാം തുണയായി കരുത്ത് പകർന്ന് ഒപ്പം നിന്നത് ഗബ്രിയാണ്. ഷോ അവസാനിക്കുമ്പോൾ ഗബ്രി ജാസ്മിനുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുമെന്നാണ് ഭൂരിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകരും കരുതിയിരുന്നത്. എന്നാൽ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും. ഒറ്റപ്പെട്ടു പോകുമായിരുന്ന സാഹചര്യത്തിൽ ജാസ്മിനെ ചേർത്ത് പിടിച്ചതും ഗബ്രിയായിരുന്നു. യൂട്യൂബിലും ഇരുവരും സജീവ സാന്നിധ്യമായി. ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളുമൊക്കെയായി ജാസ്മിനും ഗബ്രിയും സൗഹൃദം നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. ഇന്ന് ഇരുവരുടെയും സൗഹൃദത്തിന് 1 വയസ്സാകുമ്പോൾ ദുബായ് യാത്രയിലാണ് ഇരുവരും. 1 വർഷമായി എന്നാണ് ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കുവെച്ച് ഇരുവരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞ് 1 വർഷമായിട്ടും ജാസ്മിനും ഗബ്രിയും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്.